വൈ മിഡിൽ ക്ലാസ് സ്റ്റേസ് മിഡിൽ ക്ലാസ്? എന്തുകൊണ്ട് മിഡിൽ ക്ലാസ് ആയി തന്നെ തുടരുന്നു? ഇതിനെക്കുറിച്ചൊരു വിശകലനമാണ് ഈ വീഡിയോ. നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടും. ആദ്യത്തെ കാരണമായി പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനാണ്. സാമ്പത്തിക കാരണങ്ങളിൽ ഒന്ന് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനാണ്. അതായത് വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ ആളുകൾ അവരുടെ ജീവിത നിലവാരം, ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ച് ഉയർത്തുന്നു. വലിയ വീട്, പുതിയ കാറ്, മികച്ച വിദ്യാഭ്യാസം എന്നിവയ്ക്കായി കൂടുതൽ പണം ചിലവഴിക്കുമ്പോൾ മിച്ചം, സേവിങ്സ് വയ്ക്കുന്നതിനുള്ള സാധ്യത കുറയുന്നു. ഒരു ഉയർന്ന നിലവാരം കൈവരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് താഴേക്ക് പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം അതാണ്. നിങ്ങളിത് ചെയ്യുന്നുണ്ടോ? ആദ്യം 20,000 രൂപ സാലറി ആയിരുന്നിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ. ഇപ്പോൾ അത് ചിലപ്പോൾ 30-40 ആവും. പക്ഷെ 20,000 രൂപ സാലറി കിട്ടിയപ്പോൾ നിങ്ങൾ എത്രയാണോ സേവ് ചെയ്തിരുന്നത് അത് തന്നെയാണ് 30,000 രൂപ സാലറി കിട്ടുമ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും സേവ് ചെയ്യാൻ കഴിയുന്നത്. രണ്ടാമതായി പറയുന്നത് ഡെപ്റ്റ് ബർഡനാണ്, കടബാധ്യത. നമുക്കറിയാം, നമുക്കെല്ലാം വിദ്യാഭ്യാസ ലോൺ, ഭവന വായ്പ, കാർ ലോൺ, ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ എന്നിവ മിഡിൽ ക്ലാസ് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം കവർന്നെടുക്കുന്നു. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്നു. ലിമിറ്റഡ് അസറ്റ് ഗ്രോത്ത്. ഉയർന്ന വരുമാനമുള്ളവർ ഓഹരികൾ, ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപിച്ച് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ മിഡിൽ ക്ലാസ് എന്താണ് ചെയ്യുന്നത്? പ്രധാനമായും അവരുടെ ശമ്പളത്തെ, അവരുടെ ആക്റ്റീവ് ഇൻകം മാത്രമാണ് ആശ്രയിക്കുന്നത്. അതിന്റെ പുറമെ അവർക്ക് വരുന്ന ഡെപ്റ്റ് ബർഡൻ, കടബാധ്യതകളും കൂടിയാകുമ്പോൾ നമ്മൾക്ക് ഭാവിയിലേക്ക് ഒന്നും സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. അതിന്റെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡെപ്റ്റ് ബർഡൻ, കടബാധ്യത. മൂന്നാമത്തെ കാര്യമാണ് ടാക്സ് ക്ലാസ്, നികുതി വർഗം. ഒരു സർക്കാരിന്, ഒരു സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ് മിഡിൽ ക്ലാസ്. ഏറ്റവും ദരിദ്രർക്ക് ലഭിക്കുന്ന സാമൂഹിക ക്ഷേമ പദ്ധതികളോ ഉയർന്ന വരുമാനക്കാർക്ക് ലഭിക്കുന്ന നികുതി ഇളവുകളോ പലപ്പോഴും മധ്യവർഗത്തിന്, മിഡിൽ ക്ലാസ്സിന് ലഭിക്കുന്നില്ല. ഇവരുടെ വരുമാനത്തിന്റെ പ്രധാന ഭാഗം നികുതിയായിട്ടാണ് പോകുന്നത്. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ, ഡെപ്റ്റ് ബർഡൻ ആൻഡ് ടാക്സ് ക്ലാസ്. ഇനി നമുക്ക് മനഃശാസ്ത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലത് നോക്കാം. ഷോർട്ട് ടേം തിങ്കിങ്, ചുരുങ്ങിയ കാലത്തെ ചിന്താഗതി. അടിയന്തര ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും പ്രാധാന്യം നൽകുന്നത് ദീർഘകാല നിക്ഷേപങ്ങളോ സമ്പാദ്യങ്ങളോ നടത്താനുള്ള പ്രവണത കുറയ്ക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഫോൺ വേണം, നിങ്ങൾ ഉടനെ തന്നെ ഒരു EMI ഇട്ട് നിങ്ങൾ പെട്ടെന്ന് പോയി ഒരു ഐഫോൺ എടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾക്ക് ഐഫോൺ വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് ആവശ്യമാണോ? ഇത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. പിന്നൊന്ന് സോഷ്യൽ പ്രഷറാണ്. അയൽക്കാരനും സുഹൃത്തുക്കളെയും പോലെ ഉയർന്ന ജീവിത നിലവാരം നിലനിർത്താനുള്ള സാമൂഹിക സമ്മർദ്ദം അനാവശ്യമായ ചിലവുകൾക്ക് കാരണമാകുന്നു. സാമ്പത്തിക സാക്ഷരതയുടെ അഭാവം, ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസി. പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നിക്ഷേപം നടത്തണം, കടം കുറയ്ക്കണം എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഇല്യൂഷൻ ഓഫ് സെക്യൂരിറ്റി. അത് സ്ഥിരമായി ഒരു ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന വിശ്വാസം പുതിയ വരുമാന മാർഗങ്ങൾ തേടുന്നതിനോ ബിസിനസ് ആരംഭിക്കുന്നതിനോ ഉള്ള പ്രചോദനം കുറയ്ക്കുന്നു. ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സേഫായി എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും. പ്രശസ്തമായൊരു പഠനം റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡിൽ പറയുന്നു, സാധാരണക്കാരായ മധ്യവർഗം അസറ്റ് എന്ന് കരുതുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് വലിയ വീട്, കാറ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊരു ബാധ്യതയാണ് എന്ന് ഈ പുസ്തകം വാദിക്കുന്നു. മിഡിൽ ക്ലാസ് റാറ്റ് റേസ് എന്ന സാമ്പത്തിക കുരുക്കിൽ പെടാൻ കാരണം അവർ ശമ്പളത്തെ മാത്രം ആശ്രയിച്ചു ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നു. ശരിയാണ്, നമുക്കൊരു ആക്റ്റീവ് ഇൻകം മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ ചെലവുകൾ നേരത്തെ പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് മറ്റ് വരുമാന സ്രോതസ്സുകളോ മാർഗങ്ങളോ ഒന്നും ഇല്ല. നമുക്കൊരു ആക്റ്റീവ് ഇൻകം മാത്രമേ കാണത്തുള്ളൂ. ഇതൊരു വലിയൊരു പഠനമായിട്ടാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. ഇനി നമ്മൾ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖ. ആളുകൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ വരുത്തുന്ന യുക്തിരഹിതമായ തീരുമാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്